ആണ്ടവനോ അതോ സെഡ്ജിയോ? അങ്ങനെ പറയണം. പറ്റൂലെന്നാ. നിന്റെ അച്ചവിടെ ഉണ്ടാ? തൊണ്ടേ പിടിക്കാൻ പറ. അടിച്ചു തരാടാ. ആണ്ടവനോ സെഡ്ജിയോ? കറക്റ്റ് ആയില്ലേ? അങ്ങനെ പഠിക്കണം. ഹലോ, ഒരു മിമിക്രി ആർട്ടിസ്റ്റ്. ഇല്ല വരാം വരും. അല്ല, ക്ലിയർ ചെയ്യാം. അവിടെ ട്രാഫിക്കിലെ ചെറിയൊരു പ്രശ്നം. അത് വിളിച്ചാൽ ക്ലിയർ ചെയ്യാം സാറേ. ശരി, കുഴപ്പമില്ല സാറേ. ഓ, PT പുളകായി. നീ വീട്ടിൽ കിടന്ന് പുളയെ ആറ്റി കിടന്ന് കുളിക്കുകയും ചെയ്യാൻ എനിക്കെന്ത്? അല്ലെന്ന്, ഞാൻ പ്രശസ്ത മിമിക്രി ആർട്ടിസ്റ്റ് PT പുളകൻ. സാർ ഇവിടെ വരാൻ പറഞ്ഞ എന്തിനാ? നീയാണ് മിമിക്രിക്കാരൻ. നിനക്കെതിരെ മൊത്തത്തിൽ പരാതിയാണ്. ഒരാളല്ല, ഒരു സമൂഹം. സംഭവം വേറെ ഒന്നുമല്ല. നീ എവിടെ മിമിക്രി അവതരിക്കുന്നോ അവിടെയുള്ള വില മൊത്തത്തിൽ കുത്തനെ അങ്ങ് ഇടിയാണ്. 5 ലക്ഷം രൂപ വില വരെയുള്ള വസ്തു നിന്റെ ഒറ്റ മിമിക്രി കാരണം വെറും 5000 രൂപയിൽ ഒതുങ്ങുകയാണ്. അപ്പൊ മിമിക്രി ഉണ്ടാക്കാൻ നടക്കുന്നവൻ. സാറേ, ഇത് നാട്ടുകാർ അസൂയാണ്. നാട്ടുകാർക്ക് എന്താണ് അതിനെ കുറിച്ച് അസൂയ? ഞാൻ സിനിമയിലൊക്കെ ആണല്ലോ. അതേ സിനിമയുടെ ഈ സിനിമയിൽ ലൊക്കേലായിട്ട് വന്നത്. സിനിമയിലൊക്കെ ആയല്ലോ ഞാൻ. അതുകൊണ്ട് നാട്ടുകാർക്കുള്ള അസൂയാണ് സാർ. ഭയങ്കര അസൂയനടേ നിന്റെ മിമിക്രിക്കാരെ കുറിച്ച്. നിന്റെ ട്രൂപ്പിന്റെ പേരെന്തോടാ? തിരുവനന്തപുരം തനിപ്പിടി. പരിപാടിയുടെ പേരാ? ചിരി ചിങ്കത്തിനും തീരൂല. അടി കുമ്പം മീനം കഴിഞ്ഞാലും തീരത്തില്ലടാ. അവന്റെ ചിരി ചിങ്ങത്തിലും തീരത്തില്ല. സാറേ, എന്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഫിഗർ ഷോ ആണ്. മമ്മൂട്ടിയുടെ ഫിഗർ ചെയ്യും, ലാലേട്ടന്റെ ഫിഗർ ചെയ്യും. അയ്യോ, പിന്നെ എന്റെ ഏറ്റവും ഡിറ്റോ ഫിഗർ സിനിമ നടൻ ദേവന്റെ ഫിഗർ ചെയ്യും. എന്റെ ഭഗവാനെ, നിനക്കെതിരെ പരാതി തരേണ്ടത് ഒരു ഗ്രാമമല്ലടാ, ഇന്ത്യൻ മഹാരാജ്യം മൊത്തത്തിൽ തരണമായിരുന്നു നിനക്കെതിരെ. പുതിയ ഒരു ഫിഗറും കൂടെ ഉണ്ട്. അത് വിജയ് മേനോൻ. അയ്യോ, അപ്പൊ ഇന്ത്യൻ ഭൂഗോളത്തിന്റെ കാര്യത്തിലും തീരുമാനമായി. ഒരു കാര്യം ചെയ്യും, കരം തീരുന്ന രസീത് ജാമ്യത്തിന്റെ ഒരാള് അവിടെ പോയി കൊണ്ടുപോവാ. പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കേണ്ടത്, മിമിക്രി എന്ന് പറയുമ്പോൾ ഒരു ഉദാത്തമായ ഒരു കലയാണ്. അതിനെ കളിയാക്കാൻ നിൽക്കരുത്. അത് നല്ലതാണോ കൊച്ചെ? ഹലോ മിസ്റ്റർ കലാഭവൻ. ഓ, അപ്പൊ നിങ്ങൾ എന്നെ ഇവിടെ വിടൂല? ഇല്ല, എന്നെ ഇറക്കാൻ ഇപ്പൊ ഇവിടെ ആള് വരും. മിമിക്രിക്കാരനെ ഇറക്കാൻ വരുന്ന ആണെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. ഞാൻ സ്റ്റീഫൻ ദേവസ്യ. എങ്കിൽ ആ പൂത്തിരി വരുന്ന കിത്താർ എടുത്ത് വെച്ച് വായിക്കും. ആ സ്റ്റീഫൻ ദേവസ്യ അല്ല, പിന്നെ ഞാൻ ഈ നാട്ടിലെ ഒരു വൻകിട പ്രമാണിയാണ്. ആയിക്കോട്ടെ. ഈ മുമ്പ് ഇവിടെ ഇരുന്ന സുഗുണസൈക്ക് അറിയാം. പുള്ളി വീട്ടിൽ വന്നിട്ടുണ്ട്. ഈ പൊക്കമുള്ള കോഴിയുടെ, കഴുത്തുണങ്ങിയ കോഴിയുടെ കറി ഞാൻ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര രസമാ. പുള്ളി കടിച്ചു വലിച്ച എങ്ങനെ തിന്നു. സാറേ, സമയം കിട്ടുമ്പോ വീട്ടിലോട്ട് വാ, കോഴിയൊക്കെ തിന്നാം. ഞാൻ കോഴിയെ കൈകൊണ്ട് തൊടില്ല. അതെന്താ, കയ്യില് കോഴി കൊത്തിയോ? ചോദിച്ചതാ. മദ്യം സേവയുണ്ടോ? ഇല്ല. നമുക്ക് വീട്ടിട്ട് വാറ്റിയാലോ, നമുക്ക് രണ്ടുപേർ കൂടി? വേണ്ട. താങ്കൾക്ക് എന്താണ് ജോലി? എനിക്ക് രാഷ്ട്രീയമാണ് സാർ. ഓഹോ, ഇടതാണോ വലതാണോ? ഇടതും വലതുമല്ല. എന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യസ്നേഹം, രാജ്യ പൗരത്വം തുളുമ്പുന്ന ഒരു രാജ്യസ്നേഹിയാണ് സാർ ഞാൻ. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് ഡ്യൂട്ടി സമയത്ത് തന്നെ വിളിച്ച് ശല്യപ്പെടുത്തിരുന്നു. ഫോൺ വെച്ചിട്ട് പോ. ഇപ്പം ആ മൊബൈലിൽ കേട്ട റിംഗ് ടോൺ ഇല്ലേ, അത് ഏത് സിനിമയിലെ പാട്ടാണ്? ഷാറുഖ് ഖാന്റെ പടം, ഋതിക് റോഷന്റെ ഏതോ ഒരു പടത്തിലല്ലേ? നല്ല പാട്ടാണ്. എന്റെ മൊബൈലിൽ ഒന്ന് കേട്ടിത്തരാൻ പറ്റുമോ? കേട്ടോ പാട്ട്? രാജ്യസ്നേഹി. ഇങ്ങോട്ട് പറഞ്ഞില്ലേ സാറേ? നിന്നെ നല്ല പരിചയം എവിടെ കണ്ടതുപോലെ. ലോഡ്ജ് ഇട്ട് പൊക്കിയതാണോ? അല്ലെങ്കിൽ മാറ്റുകാരെ ഉണ്ടാക്കിയത്? അവിടെയല്ല, പിന്നെ അവിടെ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ധർണയ്ക്ക് നീ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നു, മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ. ഒറ്റ ഒരുത്താൻ കാരണമാണ് നമ്മളെ പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടായത്. എന്താ പറ്റി സാറേ? ജനത്തെ തുരത്താൻ വേണ്ടി ജലപീരങ്കി അഴിച്ചപ്പം അതിന്റെ മുമ്പിൽ കുട്ടിത്തോർത്ത് കൊടുത്തോണ്ട് സോപ്പ് തേച്ച് നിന്നു കുളിക്കണത്. അന്നേ നിനക്ക് ഞാൻ വെച്ചതായിരുന്നു. എന്റെ അടുത്ത് ഷർട്ടൂരാണ്. പറഞ്ഞത് ആരടുത്താണെന്ന് ഓർക്കണം. സ്റ്റീഫൻ ദേവസ്യ എന്ന് പറയുന്നത് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പ്രമാണിയാണ്. അറിയാമോ? സുഗുണസൈ എത്ര പ്രാവശ്യമാണ് വീട്ടിൽ വന്നെന്ന് അറിയാവോ? അടിക്കല്, ഇനി അടിക്കരുത്, ഇനി അടിക്കരുത്, ഇനി അടിച്ചാൽ എന്റെ കോള് മാറും. എല്ലാരെയും കൂടെ ഒരു ഇടിയാണെങ്കിൽ രണ്ടിടിയാ സഹിക്കാം. ആരിട്ടിടിക്കരുത് ഇങ്ങനെ. ഇനി ഇവിടെ കിടന്ന് വിളഞ്ഞ നടു ഞാൻ ചവിട്ടി ഓടിക്കും. എല്ലാ പോലീസുകാരും സ്ഥിരം ഡയലോഗാണ്. ഈ നടു ചവിട്ടി ഓടിക്കും, നടു ചവിട്ടി ഓടിക്കും. ഈ നടു അല്ലാതെ വേറെ അവയവം ഇല്ലേ സാറേ? നടു നല്ല അവയവമുണ്ട്. നടുവിന് ഒരു കുഴപ്പമില്ല. നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന വാചകമാണ് ഈ നടു എന്ന് പറഞ്ഞ. മീറ്റർ കറക്റ്റ് ആണ്. നടു ഒന്ന് പറഞ്ഞേ. നടു എന്ത് രസം. ഒരു കുഴപ്പമില്ല സാറേ. സാറേ, എന്റെ ചെക്കനെയാണ് നിങ്ങൾ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അതെ. അതുകൊണ്ട് ഞാൻ പറയുന്നോണ്ട് വേറെ ഒന്നും തോന്നരുത്. ഇല്ല, സാറിന്റെ തന്തയല്ല എന്റെ തന്ത. പോലീസ് സ്റ്റേഷനിൽ വന്ന് പോലീസുകാരന്റെ
പോലീസുകാരുടെ തന്തയ്ക്ക് വിളിക്കടാ. ആ നിൽക്കുന്ന ആ പാറാവുകാരെ എന്റെ തന്ത. ഈ സ്റ്റേഷനിൽ ഏതൊക്കെ പോലീസുകാരുണ്ടോ അവരെല്ലാം എന്റെ തന്ത. ഇത് എന്റെ തന്തയുടെ തന്ത. പോരെ സാറേ, ഇല്ല തല്ലരുത്, തല്ലരുത്, ആവശ്യമില്ലാതെ തല്ലരുത്. കിട്ടി, ഇഷ്ടംപോലെ കിട്ടി. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ചെറുക്കനെ ഇറക്കാൻ വേണ്ടി വന്നു. ഞാൻ പൊക്കോളാം. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്തോടാ? എനിക്ക് ഈ പുരയുടെ കച്ചവടമാണേ. അപ്പൊ ഞാൻ ഓരോ വസ്തു മേടിക്കാൻ വേണ്ടി ചെല്ലും സാറേ. ചെല്ലുമ്പോ ഒരു സെന്റ് വസ്തുവിന് 10 ലക്ഷം രൂപ, 15 ലക്ഷം രൂപ. ഞാൻ നേരെ ഇവന്റെ അടുത്ത് വന്ന് പറയും, എടാ അനിയ ഇന്ന സ്ഥലത്ത് പോയി ഒരു പരിപാടി അവതരിപ്പിക്കണോ. ഇവൻ പരിപാടി അവതരിപ്പിക്കണം. 15 ലക്ഷം രൂപ പറയണ വസ്തു പിറ്റേന്ന് ഞാൻ മേടിക്കുന്ന എത്ര രൂപയ്ക്കാന്ന് അറിയാം സാറേ? 200 രൂപ, 20 രൂപയുടെ ഒരു മിച്ചർ കൊടുത്ത് ഞാൻ മേടിക്കും. ഭഗവാനെ, അതാണ് എന്റെ മിമിക്രി. അവന് മൊത്തത്തില് പരാതിയാടാ. എന്ത് സാറേ? ഒരു അമ്പലത്തിൽ നിന്ന് ഒരു പരാതി വിളിച്ചു പറഞ്ഞായിരുന്നു. അതെനിക്കറിയാം സാർ, അത് വേറെ വിഷയമല്ല സാറേ. ഇവന്റെ മെയിൻ ആയിട്ട് ഈ ദേവനാണല്ലോ സാർ. ഇവൻ ഈ ദേവനെ കാണിച്ചതും അമ്പലത്തിലെ ദേവി എങ്ങോട്ടോ പോയി എന്നാണ് അവിടുത്തെ ഒരു തീരുമാനം. അവസാനം ഈ തിരുമേനിമാര് എല്ലാം കൂടെ കബഡി നിർത്തി നോക്കിയപ്പം ദേവി കന്യാകുമാരിയിലുണ്ടെന്ന് കണ്ടുപിടിച്ചു. അന്ന് അവിടെ പരിപാടി വീണ്ടും അവന് വന്നു. ഇപ്പൊ ആ ദേവി എവിടെയാണോ അങ്ങനെ ഒരു വിഷയം. ഇവന് കഴിവില്ലാത്തോണ്ടാടാ ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ നടക്കുന്നത്. ഇവര് കഴിവില്ല. ഇവരെ ഉള്ള കലാകാരന്മാരെയൊക്കെ വീട്ടിയിട്ട് പൂട്ടണം. കഴിവുണ്ട് സാറേ, കഴിവില്ലെന്ന് പറയില്ലേ, പാവം പയ്യനല്ലേ ഇടാ മറ്റേ സംഭവം. സാറേ അങ്ങനെയൊന്നും പറയില്ല, എനിക്ക് കഴിവുണ്ട്. ഇതൊക്കെ എന്തോ കഴിവുള്ള മെയിൻ കഴിവാണ് ഋതം. സാറേ ഈ അന്നനാളത്തിൽ കൂടെ കണ്ടനാളത്തിൽ അല്ല സാറേ, അത് ഋതു എന്ന് പറഞ്ഞൊരു മ്യൂസിക്കിന്റെ ഒരു സാധനമാണ് സാർ. അത് അറിയാമല്ലേ നമ്മള് ഈ മിമിക്രിക്കാർക്ക്. പുള്ളി അര മിമിക്രി, ഞാൻ ഫുള്ള് മിമിക്രി. മൊത്തത്തിൽ നിങ്ങൾ ഭ്രാന്തന്മാരാ. കാര്യം പറ. അല്ല ഞാൻ പറഞ്ഞു സാറേ, ഞാൻ സാറിനെ സൂചിപ്പിച്ച് എങ്ങനെ ഇവിടുന്ന് പോകണം അത് കാണിയില്ല കേട്ടോ. ചെക്കി നമുക്ക് ഏത് രാജ്യത്ത് പരിപാടി തരുമെന്ന് നോക്കുമായിരിക്കും അല്ലേ? അതല്ലടാ, പിന്നെ നിന്നൊക്കെ ഏത് രാജ്യത്ത് കൊണ്ട് കളയാന്ന് ആലോചിക്കായിരുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇങ്ങനെ പ്രാന്ത് കാണിക്കേ? സാറേ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിയെ എനിക്ക് പരിചയമില്ലായിരുന്നു സാറേ. അപ്പൊ എന്റെ വീടിന്റെ വഴി, എന്റെ വീടിന്റെ ഫ്രണ്ടിലത്തെ വഴിയിലൂടെയാണ് പുള്ളി പോവുകയും വരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഞാൻ ഈ വഴി അടച്ചു വെച്ചു. അപ്പൊ ഈ പുള്ളി വന്ന് എന്റെ അടുത്ത് പറയണം, ഇത് ആൾക്കാർ നടക്കുന്ന വഴിയല്ലേ, ഇതിൽ നടക്കാൻ പറ്റൂലല്ലോ. നമ്മൾ പക്ഷെ നടക്കും. അത് നടക്കണ കാര്യമാണോ സാറേ? നടക്കണ കാര്യമില്ലേ? അതല്ല സംഭവം എന്താണെന്നറിയോ? അതായത് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഈ വഴി. അപ്പൊ ഈ വഴി ഞാൻ അടച്ചു വെച്ച്. അപ്പൊ എടുത്ത് ഈ പുള്ളി ഓടിക്കൊണ്ട് വന്ന് എന്റെ അടുത്ത് പറയണു, ഇത് ആൾക്കാർ നടക്കുന്ന വഴിയല്ലേ, ഇത് അടച്ചു വെക്കണോ, അത് നടക്കണ കാര്യമാണോ? അന്ന് നടക്കണ കാര്യമാണ്, അതല്ലേ ഞാൻ പറഞ്ഞത്. ഒരു നിമിഷം, എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞ് ഇവിടെ നിന്ന് ഊരി പോവാൻ സമ്മതിക്കൂ? നടക്കണ കാര്യമാണ്. നീ എന്തിനാ കയറി പറഞ്ഞത്? നടക്കുന്ന വഴിയല്ലേ? നടക്കുന്ന കാര്യമാണ്. പിന്നെ അല്ല സാറേ, വേറെ അതിനു മുമ്പ് ഈ വഴിയിലൊരു ആഞ്ഞിലുണ്ടായിരുന്നു സാറേ. ആഞ്ഞിലല്ല, വാഴ. ജയിലിടിഞ്ഞാലും നീ വെളിയിൽ പോകൂല. അതിലുണ്ട് സാറേ, പ്ലാവില് ഈ രാത്രി കാലങ്ങളിൽ ഇവനെ ഈ ചക്ക കുത്തിയിടുന്ന സ്വഭാവം ഉണ്ട് സാറേ. ചക്ക കുത്തിയിടുന്ന. അപ്പൊ ഞാനിങ്ങനെ ഒരേ കിടക്കും, ഇവൻ ഈ ചക്ക കുത്തിയിടും സാറേ. ചക്ക എടുത്തിട്ട് അവൻ കുത്തിയിടും സാറേ. കുത്തിയിട്ടില്ല സാറേ, ബാക്കി അവൻ പറയും സാറേ എനിക്ക് മീറ്റിംഗ് കൊണ്ട് പോയേ പറ്റുള്ളൂ. നീ ചക്കുരു ചക്ക കുത്തിയിട്ടിട്ട് ഞാൻ തിന്നും. കറക്റ്റ് കാര്യം എനിക്ക് അങ്ങോട്ട് കൺവേ ചെയ്യില്ല. സാറേ മനസ്സിലായില്ലേ? അതായത് പുള്ളിയുടെ വീടിന്റെയും എന്റെ വീടിന്റെയും സെന്ററിലായിട്ടാണ് ഒരു പ്ലാവ് ഉള്ളത്. ഈ പ്ലാവിൽ നിന്ന് വീഴുന്ന ചക്കയാണ് ഇവ എടുത്തോണ്ട് പോകുന്നത്. ഇതാണ് പ്ലാവ്. ഇത് പ്ലാവ്. അവന്റെ പേരടം, അവന്റെ വീട് അവന്റെ പേരിടത്തിലൂടെ നിൽക്കുന്ന കൊമ്പാണ് ദാ ഇങ്ങനെ നിൽക്കുന്നത്. അവിടെ ചക്കയില്ലടാ. ചക്കയില്ല? അയ്യോ ചക്കയില്ല. ഒരു ചക്ക എടുത്തു വന്നാടാ, കാണിച്ചിട്ട് നീ ഇവിടുന്ന് പോയാ. അല്ല സാറേ, എനിക്ക് പോണം, മീറ്റിംഗ് ഉണ്ട്. ഞാൻ പോയ മീറ്റിംഗ് അല്ല, ഞാനേ ചക്ക ചക്കയാവി നിക്കടാ. ഓക്കെ സാറേ, ഓക്കെ സാറേ, ഓക്കെ. രണ്ട് സൈഡിൽ ചക്ക, ഒരു ചക്ക പോരല്ലേ, രണ്ട് സൈഡിൽ ചക്ക. അപ്പൊ ഇവൻ ഈ കമ്പിട്ട് കുത്തും സാറേ ഇതില്. എനിക്കത് മനസ്സിലാവണല്ലോ അത്. അല്ല, എനിക്ക് മീറ്റിംഗ് കൊണ്ട് പോണം. മീറ്റിംഗ് നീ അവിടെ നിന്നാ മതി. കുത്ര. ഹലോ സാർ, എന്തെങ്കിലും ഞാൻ വിളിക്കല്ലേ നീ പറഞ്ഞു. പ്ലാവേ. ഓ ശരി, അത് വെച്ചോ. ശരി, ഒന്ന് വെച്ചോ. നീ എവിടെയാണ് എടുത്ത് കുത്തുന്നത്? ഈ പ്ലാവിന് കിളിക്കൂടെ കൊള്ളേണ്ട അവിടെ എവിടെ വെച്ചോ കുത്തരുത്. ഒരു കാര്യം ചെയ്യണോ, നീ ഒരു കാര്യം ചെയ്യണം. വെളിയിൽ ഒരു 10 പേപ്പർ മേടിച്ചോണ്ട് വരണം. പ്ലാവ് പോരുത് എന്നിട്ട് പേപ്പർ മേടിച്ചോണ്ട് വന്നിട്ട് അതിൽ എഴുതണം, ഇനി മേലാൽ ഈ പരിസര പ്രദേശങ്ങളിൽ ഞാൻ മിമിക്രി പരിപാടിയുമായി വരില്ലെന്ന്. ഓക്കെ? അത് എഴുതി തന്നിട്ട് നിനക്ക് പെട്ടെന്ന് പോവാം. പിന്നെ പ്ലാവ്, നീയാണ് ഇവരെ പോലുള്ള കലാകാരന്മാരെ കൊണ്ട് നടന്ന് റിയൽ എസ്റ്റേറ്റ് എന്നും പറഞ്ഞ് പറ്റിച്ചു നടക്കുന്നത്. അല്ല സാറേ, ഞാൻ കൂടുതൽ വിളച്ചിൽ കാണിച്ചാ നിന്നെ ഞാൻ തടിമില്ലിൽ കൊണ്ടുപോയി അർപ്പിച്ചിട്ട് ഒരു ജനല്, ഒരു കട്ടള മൊത്തത്തിൽ പണിയിച്ചിട്ട് ഞാൻ വിടത്തുള്ളൂ. അയ്യോ, ഹലോ, എപ്പ എന്റെ പൊന്നു സാറേ ഇപ്പം വിളിച്ചു പറഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യാൻ സാറേ? ശരി എന്നാ, ശരി, ഓക്കെ സാറേ, ഓക്കെ. അയ്യോ, ഇനി ഞാൻ എന്തോ ചെയ്യും? എന്തോ സാറേ?
സെക്രട്ടേറിയറ്റിന് അവിടെ വീണ്ടും തരണേന്ന്. അടിയോടടി. പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ പോലീസുകാരും ഇല്ല. ഇനിയിപ്പോ ഞാൻ അവിടെ പോയി ജനങ്ങളെ എങ്ങനെ തുരത്തും? സാറേ ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരട്ടാ. പറ. അവിടെ ആൾക്കാരെ ഓട്ടിക്കാൻ വേണ്ടിട്ടേ എന്റെ ഒരു പരിപാടി അവിടെ നടത്തിയാ പോരെ? അങ്ങനെ ആദ്യമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി നീ ഒരു നല്ല കാര്യം ചെയ്ത്